അസ്സലാമു അലൈക്കും. ഡോക്ടർ സാറേ, നമ്മൾക്ക് ഒരു റൂമിൽ 5 പേര് താമസിക്കുന്നുണ്ട്. 5 പേരിൽ ഒരാൾക്ക് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ 2 റൂമുണ്ട്. അവിടെ ഒരു ബാത്റൂമാണ് ഉള്ളത്. അവർ ഐസൊലേഷനിൽ വിടാതെ നമുക്ക് ദൂരാണ് അവർ താമസിക്കുന്നതെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവരെ ആ ആൾ ഐസൊലേഷനിൽ നിർത്തിയിട്ട് ഈ ബാത്റൂം മറ്റുള്ള 5 പേര് ഉപയോഗിക്കും വേണം. എങ്ങനെ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ട്? അതിനെ പറ്റി ഒന്ന് വിവരിച്ചു തരാമെങ്കിൽ നന്നായിരുന്നു. മിസ്റ്റർ ഉവൈസ് സാഹിബ് ചോദിച്ച ഒരു ചോദ്യം, അത് കുറച്ച് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ചോദിച്ചത് വളരെ ഇന്ന് പ്രവാസ മേഖലയിൽ അനുഭവിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ചോദ്യം വളരെ നല്ല രീതിയിലുള്ള ഒരു ചോദ്യമാണ്, എല്ലാവരും അറിയേണ്ട ഒരു ചോദ്യമാണ്. പ്രാക്ടിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ചോദ്യം കൂടിയാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് താമസിക്കുന്ന 5 പേര് അതല്ലെങ്കിൽ 6 പേര് ഒക്കെ കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു റൂമിനുള്ളിൽ എങ്ങനെ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ ഹാൻഡ് വാഷിങ്ങും പോലുള്ള പ്രതിരോധം ഉണ്ടാക്കപ്പെടും? മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു സിനാരിയോ കുറേം കൂടി വിഷമം പിടിച്ചൊരു സിനാരിയോ ആണ്. അതിൽ ഒരു വ്യക്തിക്ക് രോഗമുണ്ടെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകമായിട്ടുള്ള പ്രശ്നമാണ്. നാം ഒരു വീട്ടിനുള്ളിലല്ല, അതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലല്ല, ഒരു അപ്പാർട്ട്മെന്റിലല്ല, പൊതുവിൽ ഒരു റൂമിൽ കഴിയുന്ന 4 5 ആളുകൾ ഒരു ബാത്റൂം മാത്രം ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം തന്നെയാണ് പലപ്പോഴും ലേബർ ക്യാമ്പുകളിൽ നിന്നും ഇത്തരത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന മേഖലകളിൽ നിന്നും, ഇപ്പൊ ബാച്ചിലേഴ്സ് അക്കോമഡേഷൻ പോലുള്ള മേഖലകളിൽ നിന്നും നാം കേൾക്കുന്നത്. അത് വളരെ ശാസ്ത്രീയമായിട്ടും വളരെ തനതായും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ചില ടിപ്പുകളും കാര്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ അദ്ദേഹം ഉവൈസ് പറഞ്ഞതനുസരിച്ച് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് കൊറോണ വൈറസ്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്ത് കാണണം. ടെസ്റ്റ് ചെയ്ത് അത് കൺഫേംഡ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഐസൊലേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ഇവിടെ ക്വാറന്റൈനും ഐസൊലേഷനും തമ്മിൽ വ്യത്യാസം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രശ്നത്തിലേക്ക് വരാം. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ രോഗിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രോഗിയെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുകയും ആ രോഗിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കുവാനുള്ള കരുതലുകളും എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ്. മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് ഐസൊലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഐസൊലേഷൻ പൊതുവിൽ 3 രംഗങ്ങളിൽ നമുക്ക് നടപ്പിലാക്കാം. ഉദാഹരണത്തിന്, ആ രോഗിക്ക് ബാഹ്യ ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കൂ. അദ്ദേഹത്തിന് ടെസ്റ്റ് പോസിറ്റീവായി, അദ്ദേഹം രോഗിയാണ്, അദ്ദേഹം സിക്കാണ്, രോഗമുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ, ബാഹ്യ ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗലക്ഷണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ നല്ല രീതിയിൽ കെയർ കൊടുക്കുക ഒരു രോഗലക്ഷണമായി നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആശുപത്രിയിൽ മാത്രമേ ഐസൊലേഷനിൽ വെക്കുവാൻ സാധ്യമാകൂ. കാരണം അദ്ദേഹത്തിന് സപ്പോർട്ട് വേണം, ആരോഗ്യ പ്രവർത്തകരുടെ പരിചരണം വേണം, ചിലപ്പോൾ അദ്ദേഹത്തിന് ഓക്സിജൻ വേണ്ടി വരും, വെന്റിലേഷൻ വേണ്ടി വരും, ന്യൂമോണിയ ബാധിച്ച ആ ശരീരത്തെ കൃത്യമായ രീതിയിൽ പരിപാലിക്കേണ്ടി വരും. എന്നാൽ ടെസ്റ്റ് കൺഫേം ആവുകയും രോഗിയാകുകയും ചെയ്തു, ബാഹ്യമായിട്ട് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ, അദ്ദേഹത്തിന് അത്ര വലിയ ലക്ഷണങ്ങളൊന്നും ഇല്ല, ഒരു ചെറിയ പനി അല്ലെങ്കിൽ ഒരു ചെറിയ തൊണ്ടവേദന അല്ലെങ്കിൽ ചെറിയൊരു ചുമ മാത്രമേ ഉള്ളൂവെങ്കിൽ, മിക്കവാറും രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ, അദ്ദേഹത്തെ സ്വന്തം വീട്ടിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സെന്ററുകളിലോ ഐസൊലേഷനിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സാഹചര്യമില്ല, അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിച്ച് കൃത്യമായിട്ടുള്ള കെയർ കൊടുക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പോസിറ്റീവ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഐസൊലേഷൻ സെന്ററിലോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോട്ടലിലോ അതല്ലെങ്കിൽ ഒരു സ്കൂളോ ഒക്കെ ഐസൊലേഷൻ സെന്റർ ആക്കി നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലേ കേരളത്തിൽ നിന്നൊക്കെ? അതുപോലെ ഐസൊലേഷൻ സെന്ററുകളാക്കി അവിടെ പാർപ്പിക്കാം. അതല്ല വീട്ടിൽ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇവിടെ വോയിസ് മുമ്പോട്ട് വെച്ചൊരു പ്രശ്നം ഈ ഒരു പ്രശ്നമാണ്. അതായത് കൺഫേം ചെയ്ത ഒരു രോഗിയെ വീട്ടിൽ തന്നെ ഐസൊലേഷനിൽ വെക്കുന്നു.
ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ അതല്ല വിഷയം. ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ രോഗിയുമായി, ഒരു രോഗിക്ക് രോഗിയാണെന്ന് കൺഫേം ചെയ്തു, ആ രോഗിയിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം കിട്ടുവാൻ സാധ്യതയുള്ള ആളുകളെ തേടി പിടിച്ച്, അവർ രോഗികളല്ലെങ്കിൽ പോലും ഇവരുമായി ഇടപഴകിയത് കൊണ്ട് അത്തരം ആളുകളെ ഇനി രോഗം വരുമോ, അദ്ദേഹത്തിന് വൈറസ് ബാധയുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കരുതൽ നടപടിക്ക് വെക്കുന്നതാണ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്, അത് സുരക്ഷിതമായിട്ടുള്ളൊരു മേഖലയുമാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് ഒരു റൂമിലെ ഒരാൾക്ക് ഇതാ കൊറോണ വൈറസ് ടെസ്റ്റ് കൺഫേം ചെയ്തിരിക്കുന്നു, അദ്ദേഹം ഒരു രോഗിയാണ്, അദ്ദേഹത്തെ പരിപാലിപ്പിക്കപ്പെടണം. മറ്റുള്ള ആളുകൾ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകിയ ആളുകളാണ്, അവർ ക്വാറന്റൈനിലും പോകണം. ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ആകെ ഒരു റൂമുള്ളോ ഒരു ബാത്റൂമുള്ളോ. അങ്ങനെ വരുമ്പോൾ നാം ചെയ്യേണ്ടത്, ആ റൂമിൽ തന്നെ കഴിയുമെങ്കിൽ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രാക്ടീസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ, സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായി ഒരു കാരണവശാലും 2 മീറ്ററിൽ കുറവുള്ള അകലത്തിൽ അടുപ്പമുണ്ടാക്കുകയോ അദ്ദേഹവുമായി ഇടപഴകുവാനോ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഒരു അകലം പാലിക്കണം. ശാരീരികമായിട്ടുള്ള അകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ശാരീരികമായിട്ടുള്ള അകലം പാലിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, മാനസികമായിട്ടുള്ള അകലം പാലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു രോഗിയാണ്, അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ കിട്ടിയത് അദ്ദേഹത്തിന് തെറ്റല്ല, അത് നാളെ നമുക്കും കിട്ടാം. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് എത്രയോ പേര് മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേക കെയർ വേണം. പക്ഷേ അവർക്ക് കെയർ കൊടുക്കുന്ന നിങ്ങൾക്ക് ആ രോഗം കിട്ടാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും വേണം എന്നുള്ളത് കൊണ്ട് കൃത്യമായ ശാരീരികമായിട്ടുള്ള അകലം പാലിക്കുക എന്ന് പറയാം. ഇനി ഒരു റൂമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അദ്ദേഹത്തെ വായുസഞ്ചാരമുള്ള, അപ്പം വാതിൽ അല്ലെങ്കിൽ വായുസഞ്ചാരമുള്ള ജനലുള്ള ഒരു മേഖല ആ റൂമിൽ എവിടെയും ഉണ്ടായിരിക്കുമല്ലോ. ഒരു മേഖലയിൽ വായുസഞ്ചാരമുള്ള ഒരു മേഖലയുണ്ടെങ്കിൽ ആ സഞ്ചാരമുള്ള മേഖലയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും മറ്റുള്ളവർ അദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു 2 മീറ്റർ വിട്ടുനിന്നുകൊണ്ട് ഒരുമിച്ച് മാറി നിൽക്കുകയുമാണ് വേണ്ടത്. കാരണം എന്തുകൊണ്ടെന്നാൽ, പൊതുവിൽ അടച്ചിട്ട റൂമിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രൂപത്തിൽ ചുമ വരികയോ അതല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ടും വൈറസ് ബാധിതനായതുകൊണ്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വൈറസ് ഉള്ളതുകൊണ്ടും ഒരുപക്ഷെ അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുവാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വായു സഞ്ചാരമുള്ള ഒരു ഏരിയയിലേക്ക് അദ്ദേഹത്തെ മാറ്റി പാർപ്പിക്കുകയും ആ റൂമിൽ തന്നെ നിങ്ങൾ ഒരു 2 മീറ്റർ അകലത്തിൽ നിൽക്കുകയും വേണം. കാരണം വേറെ റൂമിലല്ലോ. ഇനി വേറെ റൂം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹത്തെ, ഒരു റൂമും ബാത്റൂമും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ റൂമിൽ മാത്രം പാർപ്പിക്കുക, നിങ്ങൾ മറ്റു റൂമിൽ താമസിക്കുക. അതാണ് ഐഡിയൽ സിറ്റുവേഷൻ. ഇവിടെ പറയുന്ന പ്രശ്നം ഒരു റൂമിന്റെ കാര്യമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വ്യാപനം തടയാനുള്ള മറ്റൊരു മാർഗം, അദ്ദേഹവും അദ്ദേഹത്തെ പരിപാലിക്കുന്ന നിങ്ങളും കൃത്യമായിട്ട് മാസ്ക് ഉപയോഗിക്കുക. മാത്രമല്ല മാസ്കും കൂടി ഉപയോഗിക്കുക. അപ്പോ അദ്ദേഹം മാസ്ക് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്രവങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ല. അതിന്റെ കൂടെ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ വന്നാൽ അത് തടയുകയും ചെയ്യും എന്നുള്ളതാണ് 2. പിന്നെ പൊതുവിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകമായിട്ട് വാഷ് ചെയ്യാനുള്ള നടപടി എടുക്കുക. അദ്ദേഹം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഡസ്റ്റ്ബിനിൽ ഇടുക. ഇനി ഏതെങ്കിലും രൂപത്തിൽ പത്രങ്ങളോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വല്ല മാസികകളോ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം അദ്ദേഹം വായിക്കുക എന്ന നിലപാടെടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന് അത് ഏതെങ്കിലും ഒരു ചാക്കിലോ മാറ്റിവെക്കാം, പിന്നീട് കത്തിച്ച് കളഞ്ഞാൽ മതിയല്ലോ. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന പാത്രം, അദ്ദേഹം ഉപയോഗിക്കുന്ന പ്ലേറ്റ്, അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ അദ്ദേഹത്തിന്റെ മാത്രമായ ഒരു മേഖലയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഇനി ബാത്റൂം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോഴാണ് മറ്റൊരു വിഷമം വരുന്നത്. ഒരു ബാത്റൂമേ ഉള്ളൂ, നിങ്ങൾ 5-6 പേരുണ്ട്, പോകണം, നിങ്ങൾക്കും ബാത്റൂമിലേക്ക് പോകണം. അവിടെയുള്ള മാർഗം, അദ്ദേഹം ബാത്റൂമിലേക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളിൽ ഒരാൾ വാതിൽ തുറന്നു കൊടുക്കുക. എന്തുകൊണ്ടാണത്? അദ്ദേഹം ആ ഡോർ ഹാൻഡിൽ പിടിച്ചാൽ, നിങ്ങളുടെ കൈ ആ ഡോർ ഹാൻഡിലേക്ക് വന്നാൽ നമുക്ക് എപ്പോഴും ഗ്ലൗസ് ഇടാൻ സാധിക്കില്ലല്ലോ. അപ്പോ പറഞ്ഞു വരുന്നതിന്റെ ഫിലോസഫി മാക്സിമം കണ്ടാമിനേഷൻ തടയുക എന്നുള്ളതാണ്. അത് വിജയകരമായിട്ട് നമുക്ക് ചെയ്യാനും സാധിക്കും, നമ്മളൊന്ന് കെയർഫുൾ ആയാൽ മതി. ഇത് വലിയ പേടിക്കേണ്ട ഒരു വിഷയമോ അങ്ങനെയൊന്നുമല്ല. അപ്പോ അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുക. അദ്ദേഹത്തിന് തുറന്നു കൊടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. ഇനി അദ്ദേഹം ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം ഈ രോഗം ഉള്ള ആൾ മാക്സിമം ബാത്റൂമിലെ കോണ്ടാക്റ്റുകൾ, അനാവശ്യമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റുകളും
ഉപേക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹം ചെയ്യുക. ഒരുപക്ഷെ അദ്ദേഹം സിങ്കിൽ തൊടുന്നുണ്ടാവാം, പൈപ്പിൽ തൊടുന്നുണ്ടാവാം, അതല്ലെങ്കിൽ ബാത്റൂമിൽ തൊടുന്നുണ്ടാകാം. എങ്കിൽ അദ്ദേഹം ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം സോഡിയം ഹൈപ്പോക്ലോറേറ്റ് അഥവാ ബ്ലീച്ചിങ് പൗഡർ പോലുള്ള ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ബാത്റൂം നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം അവിടെ ഒരു ആക്റ്റീവ് വൈറസ് അല്ല. അവിടെ എവിടെയെങ്കിലും സർഫസുകളിലൊക്കെ അല്ലെങ്കിൽ ക്ലോസറ്റിലോ അതല്ലെങ്കിൽ സിങ്കിലോ ഒക്കെ ഉണ്ടോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പിന്റെ പേരിലല്ല. അപ്പോൾ അത് ഏതെങ്കിലും നല്ല ഒരു ആൽക്കഹോൾ ഉള്ളതോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറുള്ളോ ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്താൽ പിന്നീട് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് മാസ്കുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം 2 മീറ്റർ അകലത്തിൽ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ചില മുൻകരുതലുകളോടെ അതൊരു പക്ഷേ പറയാൻ എളുപ്പമാണ് എങ്കിൽ പ്രായോഗിക ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇന്നത്തെ ആ ലിമിറ്റഡ് പരിതസ്ഥിതിയിൽ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നമുക്ക് ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടർ മജീദാണ് യുഎഇന്ന്. നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന വൈറസുകളുടെ നമ്പറുകൾ അനുസരിച്ച്, അതായത് അതിൻ്റെ കൂടുതലോ കുറവോ കൊണ്ട് രോഗം കൂടാനോ കുറയാനോ സാധ്യതയുണ്ടോ? പിന്നെ എന്താണ് ഈ വൈറൽ ലോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ വൈറൽ ലോഡ് എന്നുള്ള കാര്യം അവിടെ ബാധകമാകുമോ? ഒന്ന് പറ്റിയ വിശദീകരിച്ചിരുന്നു പ്ലീസ്. അദ്ദേഹം ചോദിച്ചത് വൈറസ് ലോഡിനെ കുറിച്ചും അതുപോലെ തന്നെ വൈറസിന്റെ ഒരു തീവ്രതയെ കുറിച്ചുമാണ്. നമ്മുടെ ശരീരത്തിൽ ഏത് രീതിയിൽ ആ രോഗത്തിന്റെ തോത് നിശ്ചയിക്കപ്പെടും. അതായത് നമുക്ക് എത്ര മാരകമായിട്ടാണ് രോഗം കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര തീവ്രമായിട്ടാണ് രോഗം കിട്ടിയിട്ടുള്ളത് എന്ന് നിശ്ചയിക്കപ്പെടുന്നത് 2-3 ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന്, നമുക്ക് എത്രത്തോളം വൈറസ് ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമുക്ക് കിട്ടുന്ന സ്രവങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിലൂടെ ഏതെങ്കിലും ഒരു സ്രവത്തിലൂടെയാണല്ലോ പകരുക, ആ സ്രവത്തിൽ ഉള്ള വൈറസിന്റെ ഡെൻസിറ്റിയും കോൺസെൻട്രേഷനും, നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ള വൈറസിന്റെ പോപ്പുലേഷൻ, അതൊരു ഘടകമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറസ് ലോഡ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വന്നിട്ടുള്ള, അതായത് ഇത് ഒരു റെസ്പിറേറ്ററി വൈറസ് ഡിസീസ് ആണ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആദ്യത്തെ ഓർഗൻ വൈറസ് വ്യാപനം നടക്കുന്നത് ശ്വാസകോശത്തിലാണ്. മൂക്കിലൂടെയും തൊണ്ടയിലൂടെയും സ്രവത്തിലൂടെ നമുക്ക് കിട്ടുന്ന വൈറസ് നമ്മുടെ ട്രക്കിയ ബ്രോങ്കസ് എന്ന് പറയുന്ന ശ്വാസ പാത്വേയിലൂടെ കടന്ന് ലങ്സിലേക്ക് എത്തുകയും ആ ലങ്സിൽ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻഫ്ലമേറ്ററി പ്രോസസ് ഉണ്ടാക്കുകയും അതിന്റെ ഫലമായി ലങ്സിൽ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും അതിന്റെ ഫലമായി നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ഫൈബ്രോസിസ് അഥവാ ലങ് ചുരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള മേഖലയിലേക്ക് പോകുന്നത്. മാത്രമല്ല അത് പിന്നീട് റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകും, പിന്നീട് ലങ് തകരാറിലാകുന്നതിന്റെ ഫലമായി രക്തത്തിലേക്ക് വരും, പിന്നെ അത് മറ്റുള്ള ഓർഗൻസിലേക്ക് പോകും. അങ്ങനെയാണ് അതിന്റെ വ്യാപനം. അപ്പൊ പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. ആ ശ്വാസകോശത്തിൽ എത്രത്തോളം ഇൻഫെക്ഷന്റെ ആഘാതം ഉണ്ടാക്കപ്പെടണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം നമുക്ക് എത്രത്തോളം വൈറസ് ലോഡ്, എത്രത്തോളം വൈറസ് ട്രാൻസ്മിഷൻ സാധിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നതിനനുസരിച്ചാണ്. അപ്പോൾ വൈറസ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വൈറസ് ലോഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഒരു വൈറസ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കണക്കാക്കൽ എന്ന് പറയുന്നത് വൈറസിന്റെ സാന്ദ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണക്കാണ്. ഇനി രണ്ടാമത്തെ ഒരു ഘടകം നമ്മുടെ എത്രത്തോളം തീവ്രമായിട്ട് കിട്ടിയെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള സ്വതവേയുള്ള ഇമ്മ്യൂണിറ്റിയുടെ സ്റ്റാറ്റസും എഫിഷ്യൻസിയും. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാണെങ്കിൽ വൈറസ് ലോഡ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പോലും അത് പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയ്ക്ക് ആഘാതത്തിലെ രോഗം വരുള്ളൂ. അപ്പോ ഇമ്മ്യൂണിറ്റി. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക്കലായിട്ട് ഉണ്ടാക്കപ്പെടുന്ന പ്രതിരോധത്തിന്റെ തീവ്രത. അപ്പോ സാമാന്യ പ്രതിരോധം, സ്പെസിഫിക്കലായിട്ടുള്ള പ്രതിരോധം, വൈറൽ ലോഡ്. ഇനി നാലാമത്തെ ഘടകം എന്താ ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റുള്ള ഫാക്ടേഴ്സ്. ഉദാഹരണത്തിന് നമ്മുടെ ഏജ് 65 വയസ്സിന് മേലെയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്, 60 താഴെയാണെങ്കിൽ കുറെ കൂടി പ്രൊട്ടക്റ്റീവ് ആണ്.
പിന്നെ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള കോ എക്സിസ്റ്റിംഗ് മോർബിഡിറ്റീസ്, അതായത് നമ്മൾ കൊണ്ടു നടക്കുന്ന മറ്റുള്ള അസുഖങ്ങൾ. ഇപ്പൊ നമുക്കൊരു ലിവർ ഡിസീസ് ഉണ്ട്, ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം നല്ലവണ്ണം ഉണ്ട് എങ്കിൽ അതും ഇതിനെ കാര്യമായിട്ട് സ്വാധീനിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറസ് ലോഡ് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ വൈറസിന്റെ വ്യാപനം വരികയും അത് എത്രത്തോളം തീവ്രമാകണം എന്ന് നമ്മുടെ ശരീരത്തിലും നിശ്ചയിക്കപ്പെടുന്നതും. അതുകൊണ്ടാണ് ഒരു പരിധി വിട്ട് നമുക്ക് ബാക്കി ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ആശുപത്രിയിൽ മാനേജ് ചെയ്യപ്പെടണം എന്ന് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്.